അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളുള്ള ഓരോ രക്ഷിതാക്കളും നിർബന്ധമായും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയെ മാതാപിതാക്കൾ എത്രമേൽ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കാലം ആ രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു. നമ്മുടെ മക്കളുടെ ചിന്താഗതികളും മാനസികാവസ്ഥയും മാറിയിരിക്കുന്നു. നമുക്കറിയാം, 13-ാം വയസ്സിൽ ഒരു കാമുകനുണ്ടാവുകയും ആ കാമുകന്റെ കൂട്ടുകാരോടൊത്ത് ഗൂഢാലോചന നടത്തി വീട്ടിലുള്ള സ്വർണം മോഷ്ടിക്കാൻ തീരുമാനിക്കുകയും സ്വന്തം വീടിന്റെ കുളിമുറിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാമെന്ന് സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാമുകനും കൂട്ടുകാർക്കും വഴി പറഞ്ഞു കൊടുക്കുകയും വളരെ ക്രൂരമായിട്ട് ആ മുത്തച്ഛനെ കൊല്ലുന്നത് കൊച്ചുമകൾ വീഡിയോ കോളിലൂടെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ കാലം വളരെ ഗൗരവമുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിടിക്കപ്പെടുന്ന മക്കളൊക്കെ +1-ലും +2-ലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ്. കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മക്കളും സമ്പത്തൊക്കെ നമുക്ക് ശത്രുക്കളായിട്ടും ഫിത്നയായിട്ടൊക്കെ മാറുന്നൊരു സമയമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഈ മക്കളൊക്കെ അങ്ങനെയാകാൻ നമ്മളും ചില കാരണങ്ങളായിട്ടുണ്ട്. നമ്മളും ചിലപ്പോൾ മൗനമായിരുന്നത് കാരണമായിട്ടാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആ മക്കൾ അങ്ങനെ ആയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം പറയാം. മക്കൾ നല്ല മക്കളായി വളരാനുള്ള ഒരു ഇസ്മും ഒരു ആയത്തൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നേരിട്ട് കാണേണ്ടത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഈ കാണുന്ന നമ്പറിലാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച മാത്രമേ ഇവിടെ കാണാനുള്ള അവസരമുള്ളൂ. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക്. 65 വയസ്സുള്ള മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന ഈ കൊച്ചുമകൾ എന്ന് പറയുന്ന ഈ മകളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേവലം 65 വയസ്സ് 13 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ഇതിനു വേണ്ടിയിട്ട് എല്ലാ പ്ലാനും ചെയ്തത്. ആദ്യമായിട്ട് കരുനാഗപ്പള്ളിയിലെ ഒരു കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് വാഹനമിടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു, ക്യാഷ് കൊടുത്തിട്ട്. അവരതിന് തയ്യാറായില്ല. പിന്നെ വിഷം കലർത്തി കൊല്ലാൻ തീരുമാനിച്ചു. അതിനും സക്സസ് ആകാൻ പറ്റിയില്ല. പിന്നീടാണ് തമിഴ് സിനിമയായ സ്പൈഡർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വീടിൻ്റെ മേൽക്കൂര തുറന്ന് തലയിലേക്ക് വലിയ ഭാരമുള്ള കല്ലിട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? സ്വന്തം മുത്തച്ഛനെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരോ ആവട്ടെ, നമ്മൾ അറിയാത്തവരാവട്ടെ, അവർക്ക് അങ്ങനെ ഒന്ന് കൊല്ലണമെന്ന് ചിന്തിക്കാൻ കഴിയുമോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുമോയെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്ന് കുട്ടികൾ മാറി. അവരങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അവരങ്ങനെ മാസങ്ങളോളം ചിന്തിച്ച് ഏറ്റവും ക്രൂരമായ രീതിയിൽ എങ്ങനെ കൊല്ലാൻ സാധിക്കുമോ അതവർ ചെയ്യും എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മേൽക്കൂര പൊളിച്ചു നോക്കുമ്പോൾ മച്ചാണ്, കൊല്ലാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ വാട്സപ്പിലൂടെ ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ട് കാമുകനും കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് വെന്റിലേറ്ററിൻ്റെ അവിടെ ഹോളുണ്ട്, അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശബ്ദം കേട്ടിട്ട് തുറന്നു നോക്കുമ്പോൾ ആ മുത്തച്ഛനെ വളരെ ക്രൂരമായിട്ട്, എത്രയോ മുറിവുകൾ ശരീരത്തിലുണ്ട്, വളരെ ക്രൂരമായിട്ടാണ് കൊല ചെയ്യുന്നത്. ഇവിടെ പോലീസിൻ്റെ പിടിയിലായ ഈ ഒരു സംഘം ചില വിവരങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പോലീസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നെൻ്റെ സംസാരം. അതിൽ പറയുന്നത്, ആ കുട്ടിക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അത് ഏതർത്ഥത്തിൽ പറഞ്ഞാലും മാതാപിതാക്കളുടെ, എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാം, ആ കുട്ടി ആ രൂപത്തിലേക്ക് എത്താൻ, ആ കുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, ആ കുട്ടി ആ രൂപത്തിലേക്ക് എത്താൻ ഒരു കാരണമായിട്ടുള്ളത് വീട്ടിലെ സാഹചര്യം തന്നെയാണ്.
ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന ഓരോ കുട്ടിയും പിന്നീട് അവരെ നന്മയിലേക്ക് നയിക്കുന്നതിലും തിന്മയിലേക്ക് നയിക്കുന്നതിലും അവരുടെ ആദ്യ അധ്യാപനം നടത്തുന്ന മാതാപിതാക്കൾക്കൊരു പങ്കില്ല എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. നമ്മുടെ ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ അവരിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീൻ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ടീനേജ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബാല്യവും ശൈശവവും ഇതൊക്കെ കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തും. കൗമാരം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, നിങ്ങളിത് ശ്രദ്ധിക്കണം. ടീൻ ഏജ് എന്ന് പറഞ്ഞാൽ ഈ 13 ഇംഗ്ലീഷിൽ 13 എന്നാ പറയാ, 14 14, 15 15, 16, 17, 18, 19. കണ്ട, ഇതിലൊക്കെ അവസാനം ടീൻ എന്നില്ലേ? ആ ടീൻ ഏജ്, അതായത് 13 മുതൽ 19, 19 വരെയുള്ള വയസ്സിൽ വളരുന്ന കുട്ടികൾ, ആ കുട്ടികളാണ് ടീനേജിലുള്ള കുട്ടികൾ, കൗമാരപ്രായക്കാരായ കുട്ടികൾ. ഈ കുട്ടികൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് താഴെ എഴുതണേ, നിങ്ങൾക്ക് കൗമാരപ്രായക്കാരായ മക്കളുണ്ടോ, അവർക്ക് ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, ഞാൻ കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങൾ പറയാം, അതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം. ഇത്തരം കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് 13 മുതൽ 19 വരെ കൗമാരപ്രായം എന്ന് പറയുന്ന ടീനേജ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് എടുത്തുചാട്ടം നല്ലോണം ഉണ്ടാവും. ചിന്തിക്കാതെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങും. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കൂ, അങ്ങനെയാണ് സംഭവിക്കുക. എടുത്തുചാട്ടം ഉണ്ടാവും, എന്തും ചെയ്യാനുള്ള ചോരത്തിളപ്പുണ്ടാവും. നമ്മളൊക്കെ എന്തെങ്കിലും പറയും, ഞാൻ ചെയ്തുതരാം എന്ന് പറയും. നല്ല കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു ഇതിൽ ഈ സമയത്താണ് കുട്ടികളൊക്കെ ഈ സ്മോക്കിംഗ് ഒക്കെ ശീലിച്ച് തുടങ്ങുക. ഇപ്പൊ കുറച്ചും കൂടി ഏർലിയറാണ്, നേരത്തെ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയം കുറച്ചും കൂടെ കുട്ടികൾ ഇതിലൊന്ന് അഡിക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ടൈമാണ്. ലഹരിയോട് ഒരു ആസക്തി ഉണ്ടാകും. അതേപോലെ തന്നെ ഇവർക്ക് ഈ അഫയർ, റിലേഷൻഷിപ്പിനോടൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുക, അവരുടെ റിലേഷൻഷിപ്പിലാവുക, കമ്മിറ്റഡ് ആവുക, ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഈ ഒരു ടൈം പീരീഡിൽ കുട്ടികൾക്ക് ഉണ്ടാകും. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. മാതാപിതാക്കൾക്ക് ഈ സമയത്ത് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. ഞാനീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. നിങ്ങളുടെ മക്കളുടെയോ പേരമക്കളുടെയോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളൊന്ന് ചേർത്ത് നോക്കിയിട്ട് ശരിയാണെന്ന് പറയും. ഞാനിത് വെറുതെ എവിടെയെങ്കിലും വായിച്ചത് പറയില്ല. ഞാൻ എൻ്റെ മുമ്പിൽ കൺസൾട്ടേഷൻ ഡേകളിൽ വരുന്ന ഒരുപാട് മക്കളെ ഞാൻ അനലൈസ് ചെയ്ത് അതിൽ നിന്നും മനസ്സിലാക്കിയ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്. വെറുതെ പഠിച്ചിങ്ങനെ പറയില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് മക്കളുടെ രക്ഷിതാക്കൾ വരുമ്പോൾ ഞാൻ അവരെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ മക്കളെ കൊണ്ടുവരും. അങ്ങനെ ഞാൻ അവരെ പുറത്തിരുത്തും, പാരൻസിനെ പുറത്തിരുത്തിയിട്ട് മക്കളോട് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ച് പരമാവധി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കും. അവരെ കൗൺസിൽ ചെയ്യേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലേക്ക് നീക്കും. എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ മാറ്റേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അനുഭവത്തിൽ എന്ന് പറയുന്ന ഒരിക്കൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു 16-17 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനായിട്ട് കണക്ഷൻ ഉണ്ടാവുകയും വീട്ടുകാരത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉപ്പൊക്കെ തീരെ മിണ്ടാത്തൊരു സാഹചര്യമൊക്കെ വന്നു. ഞാൻ പറഞ്ഞ്, നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, കുട്ടികൾ കൂടുതൽ വഷളാവുകയേ ചെയ്യുള്ളൂ. നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. പുതിയ കാലത്തെ പാരൻറ്റിങ് അങ്ങനെയല്ല, നല്ല പാരൻറ്റിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല രൂപത്തിൽ അവരെ ചിട്ടയിൽ വളർത്തുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ടീനേജ് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ് എടുത്തുചാട്ടം, എന്തും ചെയ്യാനുള്ള ഒരു ചോരത്തിളപ്പ്. അവരാ സമയത്ത് എന്തും ചെയ്യും. ഈ സമയത്ത് ഇപ്പോൾ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ അവരുടെ ജീവിതത്തിൽ എന്താണോ കാണുന്നത് അതായിരിക്കും ബാക്കിയുള്ള അവരുടെ ആയുസ് മുഴുവനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആയുസ് മുഴുവനും എന്ന് പറഞ്ഞാൽ അവരുടെ യൗവനം അതിലായിരിക്കും പ്രധാനമായിട്ടും. പിന്നെ യൗവനം കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ചേഞ്ച് വരുള്ളൂ.
അപ്പം അത് അവരുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ജീവിതത്തിൽ അതൊരു വിഷയമായി മാറും. അങ്ങനെയാണ് പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് അവരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മക്കൾ നന്നായി. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണുമ്പോൾ അത് അപ്പോൾ തന്നെ തിരുത്തി കൊണ്ട് നടക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ തന്നെ തിരുത്തണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികളുടെ നിസ്കാര വിഷയങ്ങളിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളുണ്ടാവും. ആത്മീയത അവർക്ക് കിട്ടും, ഒരു വെളിച്ചം അവർക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് സ്വലാത്ത് മജ്ലിസ്, ഇങ്ങനെയുള്ള ഹദ്ദാദ് റാത്തീബ് പള്ളിയിൽ നടക്കുന്നതിലൊക്കെ പങ്കെടുക്കാനൊക്കെ പ്രചോദിപ്പിക്കുക. ചെറുപ്പം മുതലേ അങ്ങനെ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത്. ഇവരോട് സംസാരിക്കാനും ഇവരോട് ഇടപെടാനൊക്കെ ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളത്. ഇത് ഈ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ട് ഇവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സംസാരിക്കണം. നമ്മുടെ മക്കള് ശരിയാണോ അല്ലേന്ന് തിരിച്ചറിയാനൊരു മാർഗം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുന്നുണ്ടോ നോക്കുക. എല്ലാം തുറന്നു പറയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. നിങ്ങളുടെ മക്കള് നിങ്ങളുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല അവർ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും എത്തൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഓൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ, ഓളെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ടോ, പോയി കാര്യം. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മക്കളെക്കുറിച്ച്? എന്നാൽ അവർ നിങ്ങളോട് ഓപ്പൺ ചെയ്ത് സംസാരിക്കുന്ന, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് വഷളാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് തീക്കളിയാണ്. പുതിയ കാലത്ത് മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് 13 വയസ്സ് മുതൽ 19 വയസ്സിലുള്ള കുട്ടികളെ നല്ല രൂപത്തിൽ തന്നെ ചിട്ടയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കേണ്ടതില്ല. അത് കരുതി അവരെ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടാക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ മുന്നോട്ട് ഇങ്ങനെ പോവുക. ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ള പോലെ യാ ഹാദി യാ നൂറു യാ അല്ലാ, യാ ഹാദി യാ അല്ലാ യാ നൂറു യാ അല്ലാ, ഈ ഇസ്മകൾ നല്ല ഫലം ചെയ്യും. അതേപോലെ തന്നെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു ദുആ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ.